നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. സർവീസ് റോഡില്ലാത്ത ഭാഗത്ത് നിശ്ചിത വാഹനങ്ങൾക്ക് ആറുവരിപ്പാതയിലേക്ക് പ്രവേശനമില്ലെന്ന് ബോർഡ് സ്ഥാപിച്ച ദേശീയപാത അധികൃതർ. ഇതോടെ ഇനി ഈ വാഹനങ്ങൾ പുഴയിലൂടെ ഇറക്കിക്കൊണ്ടുപോകേണ്ടി വരുമോ എന്ന യാത്രികർ. തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ കക്കാട് കൂരിയാട് റോഡിലാണ് സർവീസ് റോഡിൽ നിന്നും ആറുവരിപ്പാതയിലേക്ക് പ്രവേശിക്കുന്നിടത്ത് ഇരുചക്രവാഹനം, ഓട്ടോറിക്ഷ, ട്രാക്ടർ എന്നീ വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും പ്രവേശനമില്ലെന്ന് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. കക്കാട് നിന്നും കൂരിയാടേക്ക് വരുമ്പോൾ ഇടുങ്ങിയ പാലത്തിലേക്കാണ് സർവീസ് റോഡും ആറുവരിപ്പാതയുടെ 3 വരിപ്പാതയും വന്നു ചേരുന്നത്. 4 വരിപ്പാതകൾ സംഗമിക്കുന്നത് 2 വരിപ്പാതയിലേക്കാണ്. നേരത്തെ ഉണ്ടായിരുന്ന കൂരിയാട് പാലം അതേപടി നിലനിർത്തി ചെറിയ അറ്റകുറ്റപ്പണി നടത്തിയാണ് ഈ പാലം 6 വരിപ്പാതയുടെ ഭാഗമാക്കിയത്. അതേസമയം ഈ സ്ഥലത്ത് സർവീസ് റോഡ് സ്ഥാപിച്ചിട്ടുമില്ല. എന്നിരിക്കെയാണ് നിർദ്ദിഷ്ട വാഹനങ്ങൾക്ക് 6 വരിപ്പാതയിലേക്ക് പ്രവേശനമില്ലെന്ന സൂചനാ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് 2 വരിപ്പാതയും തൃശൂർ ഭാഗത്തേക്ക് 3 വരിപ്പാതയുമാണ് ഉള്ളത്. ഇരുഭാഗത്തും സർവീസ് റോഡുമില്ല. കൂരിയാട് കടലുണ്ടിപ്പുഴയ്ക്ക് മുകളിലൂടെയുള്ള പഴയ പാലം നവീകരിച്ച കോഴിക്കോട് ഭാഗത്തേക്കുള്ള ദേശീയപാതയായി ഉപയോഗിക്കുന്നത്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന വീതി മാത്രമായതിനാൽ 2 വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യമേ ഉള്ളൂ. ഇതാണ് കോഴിക്കോട് ഭാഗത്തേക്കുള്ള പാത. മറുഭാഗത്ത് പുതിയ പാലം നിർമ്മിച്ചതാണ്. തൃശൂർ ഭാഗത്തേക്ക് 3 വരിയായി ഈ പാലം ഉപയോഗിക്കുന്നുണ്ട്. 2 വരിപ്പാത മാത്രമുള്ള പാലത്തിലേക്ക് 3 വരിപ്പാതയും ഒപ്പം സർവീസ് റോഡും വന്നു ചേരുന്നതിലൂടെ അപകടങ്ങളും ഇവിടെ പതിവാണ്. ഇതിനിടെയാണ് പാലം വീതി കൂട്ടാതെയും പുഴയ്ക്ക് കുറുകെ സർവീസ് റോഡ് പോലും സ്ഥാപിക്കാതെയും ഇരുചക്ര, മുച്ചക്ര വാഹനങ്ങൾക്ക് പ്രവേശനമില്ലെന്ന സൂചനാ ബോർഡ് അധികൃതർ സ്ഥാപിച്ചിരിക്കുന്നത്. അതേസമയം സർവീസ് റോഡില്ലാത്ത ഇതിലൂടെ ഇനി വാഹനങ്ങൾ പുഴയിലൂടെ ഇറക്കിക്കൊണ്ടുപോകണം എന്നാണ് അധികൃതർ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രദേശവാസിയായ ജംഷീർ ചോദിക്കുന്നു. ഇവരിവിടെ ബോർഡ് വെക്കുന്നത് ഇന്നലെ ഉച്ച സമയത്താണ് 1 മണി സമയത്താണ് ബോർഡ് വെക്കുന്നത്. അപ്പോൾ തന്നെ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളിവിടെ വെക്കുന്നത് ചോദിച്ച്. അപ്പോൾ അവർ പറഞ്ഞത് ഇവർക്ക് കിട്ടിയ ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വെക്കുന്നത്. കാരണം ഇതിന് കക്കാട് ഭാഗത്തു നിന്ന് സർവീസ് റോഡിലോട്ട് നേരെ വരുമ്പോൾ നേരെ പുഴയിലേക്കാണ് പോകുന്നത് വാഹനം. അതായത് മെയിൻ റോഡിലേക്ക് കയറാൻ പാടില്ല എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വാഹനം പിന്നെ എന്താണ് ചെയ്യുക, തിരിച്ച് പോകാൻ പറ്റില്ല. കാരണം ആ രീതിയിലാണ് ഇവരിവിടെ ബോർഡ് വെച്ചിട്ടുള്ളത്. കോഴിക്കോട് ഭാഗത്തേക്കുള്ള എൻട്രിയിലാണ് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. കക്കാട് ഭാഗത്തു നിന്ന് പാലം വരെ സർവീസ് റോഡുണ്ട്. ഈ സർവീസ് റോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് കടക്കുന്ന ഭാഗത്താണ് ബോർഡ്. സർവീസ് റോഡില്ലാത്ത ഈ ഭാഗത്ത് വാഹനങ്ങൾ ഏതുവഴി പോകണമെന്നത് സംബന്ധിച്ച് നിർദ്ദേശമില്ല. കക്കാട് ഭാഗത്തു നിന്ന് വേങ്ങര, മലപ്പുറം, കൊളപ്പുറം, കരിപ്പൂർ വിമാനത്താവളം ഈ ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ ദേശീയപാത ഉപയോഗിക്കാതെ മറ്റു വഴികളുമില്ല. ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഈ വാഹനങ്ങൾക്ക് വേറെ മാർഗമെന്തെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുമില്ല. അശാസ്ത്രീയമായ പാലം 6 വരിപ്പാതയുടെ ഭാഗമാക്കിയ തന്നെ തെറ്റാണെന്നും പുതിയ പാലം സ്ഥാപിക്കണമെന്നും ഒപ്പം പ്രായോഗികമല്ലാതെ സ്ഥാപിച്ച സൂചനാ ബോർഡ് എടുത്തുമാറ്റണമെന്നും മുസ്ലിം യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് UA റസാഖ് ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് രംഗത്ത് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ദേശീയ 6 വരിപ്പാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഈ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ സൂചനാ ബോർഡുകളൊക്കെ അങ്ങിങ്ങ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂരിയാട് പാലത്തിനടുത്തുള്ള ഒരു സൂചനാ ബോർഡാണ് ഈ സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് ഈ പഴയ കൂരിയാട് പാലം തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയും ഈ 6 വരി പാത എന്ന് പറയുന്നിടത്ത് ഇവിടെ കേവലം 2 വരി മാത്രമാണ് പാലമുള്ളത്. ഈ 2 വരിയിൽ സർവീസ് റോഡും അതോടൊപ്പം 3 വരിയിൽ കക്കാട് ഭാഗത്തു നിന്ന് വരുന്നവരൊക്കെ ഈ 2 വരിയിലൂടെ വേണം പോകാൻ. അപ്പോൾ സർവീസ് റോഡിൽ നിന്നും വരുന്നവർക്ക് പ്രവേശനമില്ല. അതായത് ബൈക്ക്, ഓട്ടോറിക്ഷ, ട്രക്കർ അതുപോലുള്ള കാൽനട യാത്രക്കാർക്കൊന്നും പ്രവേശനമില്ല എന്നാണ് അവർ ഈ ബോർഡിലൂടെ പറയുന്നത്. അപ്പോൾ ഈ റോഡിലൂടെ വരുന്നവർ പുഴയിലേക്ക് ചാടണമെന്നാണോ അവർ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ റോഡിലൂടെ വന്ന് നേരെ ഹൈവേയിലേക്ക് കയറുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഏത് ഓട്ടോറിക്ഷക്കാരനാണെങ്കിലും ബൈക്കുകാരനാണെങ്കിലൊക്കെ ആ റോഡിലേക്ക് കയറണമെങ്കിൽ അവർ സർവീസ് റോഡ് നിർമ്മിച്ചിട്ടില്ല, പാലം പുതിയത് പണിതിട്ടില്ല, ഒന്നും ചെയ്യാതെ കേവലം ഒരു സൂചനാ ബോർഡ് മാത്രം ഇവിടെ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ വിഷയത്തിൽ പുതിയ പാലം നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ബന്ധപ്പെട്ടവർക്കൊക്കെ നിവേദനം നൽകിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ ആ നടപടികൾ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇവർ വെറും ഒരു അലസമായിട്ടുള്ള ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് ശക്തമായ പ്രതിഷേധവും ഞങ്ങൾ ആളുകളെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള നിലക്കാണ് റോഡ് ഉപരോധം പോലുള്ള സംഗതികളിലേക്ക് കടക്കാത്തത്. തീർച്ചയായിട്ടും
ഈ വിഷയത്തിൽ ഈ ബോർഡ് അടിയന്തരമായി എടുത്തു മാറ്റിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് യൂത്ത് ലീഗ് നേതൃത്വം നൽകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. തലതിരിഞ്ഞ പോലെയാണ് ദേശീയപാത അധികൃതരുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. സർവീസ് റോഡില്ലാത്ത ഭാഗത്ത് വാഹനങ്ങൾ ആറുവരിപ്പാതയിലേക്ക് പ്രവേശിക്കരുത് എന്ന് പറയുന്നതിലെ ഔചിത്യം ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല. ഇനി പുഴയിലേക്കിറക്കി കൂരിയാട് ഭാഗത്തേക്ക് കയറാനാണോ ഇവർ ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല. ദേശീയപാത അധികൃതരുടെ തലതിരിഞ്ഞ നടപടിക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.